ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളാണ്. 1ഉം 2ഉം വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ കൊടുക്കുന്നവരാകരുത്. മറ്റുള്ളവർക്ക് ഉതപ്പ് നൽകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. അതെ, തിരികല്ല് ആട്ടുകല്ലിന്റെ കനമുള്ള കല്ലാണ്. അത് കെട്ടി കടലിൽ എറിയപ്പെട്ടാൽ നിങ്ങളുടെ ശരീരം പോലും പൊന്തിവരികയില്ല. അതേ പ്രിയപ്പെട്ടവരെ, യേശു അത്ര വേദനയോടെയാണ് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ ഒരിക്കലും കൊടുക്കരുത് എന്ന്. 3ഉം 4ഉം വാക്യങ്ങളിൽ യേശു നമ്മെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് പ്രബോധിപ്പിക്കുന്നത്. നിന്റെ സഹോദരൻ ഒരു തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കണം, പക്ഷെ അവൻ പശ്ചാത്തപിച്ച് തിരിച്ചു വന്നാൽ അവനോട് നിങ്ങൾ ക്ഷമിക്കണം. ഒരു ദിവസത്തിൽ 7 പ്രാവശ്യം പോലും അവൻ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്ത് തിരിച്ചു വന്നാലും അവനോട് നിങ്ങൾ ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. തെറ്റ് മനുഷ്യ സഹജമാണ്. ദൈവം മാത്രമാണ് പരിപൂർണൻ. ക്ഷമിക്കുന്ന സ്നേഹമാണ് പ്രതികാരത്തേക്കാൾ ഉത്തമം. യേശു തന്നെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്, ബലിയല്ല കരുണയാണ് മഹോന്നതമെന്ന്. 5ഉം 6ഉം വാക്യങ്ങളിൽ അപ്പസ്തോലന്മാർ യേശുവിനോട് അപേക്ഷിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. അതിന് മറുപടിയായി യേശു പറയുന്നു, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിക്കമ്മിൻ വൃക്ഷത്തോട് വേരോടെ പിഴുത് കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതും സാധ്യമാകും. നിങ്ങളുടെ വിശ്വാസം ചെറുതാണെങ്കിലും ഉറപ്പുള്ളതാണെങ്കിൽ ഈ മലയെപ്പോലും ഇളക്കാൻ അത് പര്യാപ്തമാണ്. വിശ്വാസം എന്നത് കുറെ തത്വസംഹിതകളെ നമ്മൾ ബുദ്ധിപൂർവ്വം വിശകലനം ചെയ്ത് ശരിയെന്ന് സമർത്ഥിക്കുന്നതല്ല, അതൊരു ആത്മസമർപ്പണമാണ്. വിശ്വാസത്തിന്റെ 2 മകുടോദാഹരണങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹവും പരിശുദ്ധ കന്യകാമറിയവും. നിന്റെ നാടും വീടും വിട്ട് ഞാൻ പറയുന്ന നാട്ടിലേക്ക് പോകുവിനെന്ന ദൈവകൽപ്പന ശിരസാ വഹിച്ച് എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് അനുസരിച്ചവനാണ് അബ്രാഹം. അതുപോലെ പരിശുദ്ധ കന്യകാമറിയം നസ്രത്തിലെ ജോസഫ് എന്ന മരപ്പണിക്കാരനുമായി വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കെയാണ് ഗബ്രിയേൽ മാലാഖ വന്ന് ദൂത് പറയുന്നത്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. ഒട്ടും ശങ്കിക്കാതെ അവൾ തൽക്ഷണം പറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന്. ഇതാണ് ദൈവസമർപ്പണം. അതെ കൂട്ടുകാരെ, എല്ലാം ദൈവത്തിന്റെ ദാനമായിരിക്കെ നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ നമുക്കെന്തിനു മടിക്കണം? എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. എല്ലാവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്നേഹവന്ദനം.